الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുന്യവിയും ഉഖറവിയുമായ ജീവിത സൗഖ്യത്തിനും സമാധാനത്തിനും വേണ്ടി അവതരിപ്പിച്ചു തന്ന ദീനിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആവുന്നത്ര പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി കഴിഞ്ഞുകൂടാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടിമകളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ചു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ദീൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ് ഈ അനുഗ്രഹ പൂർത്തീകരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്. ഈ ദീനിന് ഒരിക്കലും തകർന്നു പോകാത്തതും ഭദ്രമായതുമായ ഒരു ഫ്രെയിമുണ്ട് എന്നതാണ് ഈ ദീനിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു സവിശേഷത. ഇതിൽ നിന്ന് ഒന്നും തന്നെ പുറത്തു പോകാനില്ല, ഒഴിവാക്കാനില്ല. ഇതിലേക്ക് പുറത്തു നിന്നും അകത്തേക്ക് ഒന്നും തന്നെ കടന്നു വരാനുമില്ല. അത്രമേൽ സുവ്യക്തവും സുഭദ്രവുമാണ് ഈ ദീനെന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം ഒരിക്കലും നിങ്ങൾ വഴിപിഴക്കുകയില്ല തന്നെ എന്നാണ്. നിങ്ങൾ ദലാലത്തിൽ അകപ്പെടുകയില്ല. എന്ത് വേണം? ഖുർആനിനെയും സുന്നത്തിനെയും അവലംബിച്ചുകൊണ്ടുള്ള ജീവിതം നിങ്ങൾ ചിട്ടപ്പെടുത്തണം. ഈ രണ്ട് കാര്യങ്ങളെ റസൂല് പറഞ്ഞത്, ഒന്ന് കിതാബല്ലാഹ് വസുന്നത്ത റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാകുന്നു ഖുർആൻ, മറ്റൊന്ന് പ്രവാചകന്റെ ചര്യയാകുന്നു.
ഈ ഖുർആനിൻ്റെ വിശദീകരണം എന്ന വണ്ണം 23 വർഷകാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുടനീളവും മാതൃക കാണിച്ചു തന്ന അവിടുത്തെ ചര്യയാണത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാൻ ഏൽപ്പിച്ചത് പ്രവാചകനെയാകുന്നു. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. പ്രവാചകരെ, ഈ ഉത്ബോധന ഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ഇത് ജനങ്ങൾക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാകണം എന്നത് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്നോ, 5 നേരവും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തേണമേ എന്നാണ്. ഏതാണ് ആ മുസ്തഖീമായ മാർഗം? അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. ഖുർആൻ അത് കാണിച്ചു തരുന്നുണ്ട്. ഈ ഖുർആനിൻ്റെ വഴി, പ്രവാചകൻ ജീവിച്ച വഴി അതാകുന്നു, ഇതാണ് എൻ്റെ നേരായ മാർഗമെന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. അതുകൊണ്ട് അതിനെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, പിന്തുടരണം. വലാ തത്തബിഉസ് സുബുൽ. മറ്റു മാർഗങ്ങളെ നിങ്ങൾ അനുഗമിക്കരുത്, പിന്തുടരരുത്. അങ്ങനെയാണെങ്കിലോ ഫതഫറഖ ബികും അൻ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ അത് ഭിന്നിപ്പിച്ചു കളയും, നിങ്ങളെ വഴിതെറ്റിച്ചു കളയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ഉപദേശം ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഉപദേശം നൽകുന്നത് എന്നതാണ്. അപ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എന്തെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതാണല്ലോ ജീവിതം. ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്വർഗം കിട്ടുക എന്നതാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളുടെയും ലക്ഷ്യമാകേണ്ടത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടും നാം ഉദ്ദേശിക്കേണ്ടത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതേതൊക്കെ കാര്യങ്ങളുണ്ടോ, ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി, അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ സ്വർഗത്തോടടുപ്പിക്കുന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏത് കാര്യമുണ്ടെങ്കിലും പ്രവാചകൻ അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സഹാബത്ത് ചെയ്തതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങൾക്കാണ് അനുമതിയും അംഗീകാരവും നൽകിയിട്ടുള്ളത്. അതാണ് സുന്നത്ത്. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സുന്നത്തു മാ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീറാത്തിഹി. പ്രവാചകന്റെ വാക്കുകളെ കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട്, അവിടുത്തെ അംഗീകാരം മുഖേന പ്രാബല്യത്തിൽ വന്നതാണ് സുന്നത്ത് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വലാ തറക്തു മിൻ ഷൈഇൻ യുബ്ഇദുകും അനിന്നാർ ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രമാണബദ്ധമായ ജീവിതം നയിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണെന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള ഉത്ബോധനങ്ങളുടെ പ്രാരംഭമെന്ന വണ്ണം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് നമ്മൾ കേൾക്കുന്നത് എന്താണെന്നോ, ഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്. വർത്തമാനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വർത്തമാനം ഹദീസ്, അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നാണ്. കാരണം അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും
സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ദൈവസ്മരണയിലേക്ക് വിശ്വാസികളുടെ മനസ്സുകളെ ആനയിക്കുന്ന, അവരെ ആത്മീയ നിർവൃതിയിൽ ആഴ്ത്തുന്ന ഉത്ബോധനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വർത്തമാനങ്ങളായി ഖുർആനിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഖൈറുൽ ഹദീസ്. വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ, ഉദാത്തമായ, ഉത്തമമായ ചര്യ ഏതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വശർറുൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും തിന്മ നിറഞ്ഞത് മുഹദസാത്തുഹ എന്നാണ്. ദീനിന്റെ ഈ ചട്ടക്കൂട്ടിൽ പെടാത്ത കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കലാകുന്നു. മുഹദസാത്തുഹ വകുല്ലു മുഹദസത്തിൻ ബിദ്അ. ഈ ദീനിൽ, ദീൻ എന്ന നിലക്ക് എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ബിദ്അത്താകുന്നു. വകുല്ലു ബിദ്അത്തിൻ ളലാല. ഈ അനാചാരങ്ങളും ആചാര വൈകൃതങ്ങളും ബിദ്അത്തുകളും ഒക്കെ തന്നെ വഴികേടാകുന്നു. മറ്റൊരു റിവായത്തിൽ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഈ വഴികേടുകൾ നിങ്ങളെ നരകത്തിലാണ് വീഴ്ത്തിക്കളയുന്നത് എന്നുകൂടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജനനം മുതൽ മരണം വരെ അവൻ ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട, നടപ്പിൽ വരുത്തേണ്ട ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. ജനിച്ചു കഴിഞ്ഞാലുള്ള ഒരുപാട് സുന്നത്തുകൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പേരിടുന്നതും അതേപോലെ തന്നെ സുന്നത്ത് കഴിക്കുന്നതും, ആ കുട്ടി ജനിച്ചതിൻ്റെ പേരിൽ സന്തോഷമെന്ന വണ്ണം അഖീഖ, ഒരു ബലി നടത്തി അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ കുട്ടിയുടെ ചുണ്ടിൽ മധുരം വെച്ച് കൊടുക്കുന്നത് പോലും, അത് അവിടുന്ന് അങ്ങോട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ. പിന്നീട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ശേഷക്രിയകൾ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് യാത്ര പുറപ്പെടുമ്പോൾ അവൻ മരിച്ച ഉടനെ അവൻ എന്ത് ചെയ്യണമെന്ന്, അവന്റെ ആത്മാവിനെ അവന്റെ കണ്ണുകൾ തുടരുന്നുണ്ടെന്നും ആ സന്ദർഭത്തിൽ അതിനെ നോക്കി അവന്റെ കണ്ണ് തുറന്നു പോകുമെന്നും, മരിച്ച ഉടനെ നിങ്ങൾ കണ്ണടച്ചു കൊടുക്കണമെന്നും അത് വിശദീകരിക്കുകയല്ലേ ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ എത്ര ചെറിയ ചെറിയ വലിയ വലിയ കാര്യങ്ങളുണ്ടോ, പ്രസക്തമായ എന്തെന്തൊക്കെ കാര്യങ്ങളുണ്ടോ, മരിച്ചതിന് ശേഷം മരണാനന്തര ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നത് വരെ അവനെ ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഖബറിൽ വെച്ച് യാത്രയയക്കണം, മറമാടിയതിന് ശേഷം എന്തൊക്കെ പ്രവാചകന്റെ സുന്നത്തുകളുണ്ടോ, മരിച്ചുപോയ വ്യക്തിക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തൊക്കെ പിന്നീട് ചെയ്യേണ്ടതുണ്ട് എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വേറെ ഒന്നും കൂട്ടിച്ചേർക്കരുത്, കൂട്ടിച്ചേർക്കേണ്ടതില്ല. അതാണ് ബിദ്അത്ത്. ബിദ്അത്തുകളുടെ ഗൗരവവും അതുപോലെ തന്നെ അത് നമ്മൾ വർജിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇസ്ലാം പലതവണ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. എൻ്റെ ഈ ദീനിയായ കാര്യങ്ങളിൽ ഞാൻ കൊണ്ടുവന്നതല്ലാത്ത ഏതെങ്കിലും കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ അത് തള്ളിക്കളയേണ്ടതാണെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ബിദ്അത്തുകളെ കുറിച്ച് ജനങ്ങളെ ഉണർത്തുക, ഉത്ബോധിപ്പിക്കുക എന്നതുപോലും വളരെ പ്രാധാന്യമുള്ള കാര്യമായിക്കൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തോട് തൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. വസുഇല ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അർറജുലു യസൂമു വയുസല്ലി വയഅ്തകിഫ് അഹബ്ബു ഇലൈക് ഔ യതകല്ലമു ഫീ അഹ്ലിൽ ബിദ്അ എന്നാണ് ചോദിച്ചത്. അല്ലയോ ഗുരുനാഥ, ഒരാൾ നമസ്കരിക്കുന്നു, ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നു, ഒരാൾ ഇഴ്തികാഫിരിക്കുന്നു, അതാണോ താങ്കൾക്കൊരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും ഇഷ്ടം? അതല്ല യതകല്ലമു ഫീ അഹ്ലിൽ ബിദ്അ, അനാചാരങ്ങൾ ചെയ്യുന്ന, ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള ഉണർത്തലുകളാണോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാലൽ ഇമാം പറഞ്ഞത് എന്താണെന്നോ, ഇദാ
ഖാമ വസല്ല വഅതകഫ ഫഇന്നമാ ഹുവ ഫലിനഫ്സിഹി. ഒരാൾ നിസ്കരിക്കുകയാണെങ്കിലും നോമ്പ് നോൽക്കുകയാണെങ്കിലും ഇഅ്തികാഫിരിക്കുകയാണെങ്കിലും അതിന്റെ ഗുണം ആ വ്യക്തിക്ക് അയാൾക്കല്ലേ കിട്ടുകയുള്ളൂ. എന്നാൽ വൈദാ തകല്ലമ ഫീ അഹ്ലിൽ ബിദ്അ ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീൻ. ഒരാൾ ബിദ്അത്തിനെ കുറിച്ച് തുറന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മുസ്ലിം പൊതുജനങ്ങൾക്കെല്ലാം ഉപകാരമുള്ള ഒരു പുണ്യമായിരിക്കും. ഹാദാ അഫ്ളൽ, അത് പറയലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഉണർത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഗൗരവം എത്രത്തോളം എന്നാണ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഹജ്ജബത് തൗബ അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു എന്നാണ്. ഒരു ബിദ്അത്ത് ചെയ്യുന്ന ആൾ അത് ഉപേക്ഷിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയുടെ പ്രാർത്ഥന പോലും തടഞ്ഞു വെക്കുമെന്ന് പറഞ്ഞാൽ അത് എത്രമേൽ ഗൗരവതരമാണ്, ഗുരുതരമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ തൗബ, പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കണമെങ്കിൽ അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെ, അതുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാതെ അത് സ്വീകരിക്കുകയില്ല എന്ന് പറയണമെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഓരോ മാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിദ്അത്തുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. മിക്കവാറും പൊതുജനങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും, പ്രമാണങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കും, അവർ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അതുപോലെ തന്നെ അറിയുന്നതുമായ വിവരങ്ങളായിരിക്കും. പക്ഷേ ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ അനുഷ്ഠിക്കാവൂ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. റജബ് മാസത്തിൻ്റെ അവസാനമാണിത്. ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞ റമദാൻ മാസമാണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇതേപോലെ അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബിദ്അത്താണ് റജബ് 27-ന് അത് ഇസ്രാ മിഅ്റാജ് എന്നുള്ള പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ, റസൂലുള്ളാഹി പഠിപ്പിച്ചു തരാത്ത ഒരുപാട് ബിദ്അത്തുകൾ ഈ വിഷയത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് മിഅ്റാജിന്റെ പേരിലുള്ള നോമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ ഒരുപാട് ദുർബലങ്ങളായ ഹദീസുകൾ സമൂഹത്തിൽ ഇതിന്റെ പേരിൽ പ്രചരിച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് റജബ് 27-ന് തന്നെയാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് എന്നതിന് ഖണ്ഡിതമായി പ്രാമാണികമായൊരു രേഖയുമില്ല എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത. അത് ഏത് മാസത്തിലാണെന്നോ ഏത് ദിവസത്തിലാണെന്നോ എപ്പോഴാണെന്നോ തിട്ടപ്പെടുത്തി പറയാവുന്ന പ്രാമാണിക രേഖകളില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയുടെ വിശദീകരണ ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട് 10-ലധികം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത്തരം ഒരു നോമ്പ് ഏതായാലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഓരോ മാസത്തിലും സുന്നത്തായ നോമ്പുകളുണ്ട്. എല്ലാ മാസങ്ങളിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമുക്ക് നോമ്പനുഷ്ഠിക്കാം. എല്ലാ അറബി മാസങ്ങളിലുമുള്ള പൗർണമി ദിനങ്ങളിൽ അയ്യാമുൽ ബീദ് 13, 14, 15 ദിവസങ്ങളിൽ നമുക്ക് സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാം. അതുപോലെ തന്നെ മുഹറത്തിലെയും അറഫയിലെയും ഒക്കെ സുന്നത്തായ പ്രത്യേകം പറഞ്ഞ നോമ്പുകൾ നമുക്ക് അനുഷ്ഠിക്കാം. എന്നാൽ അതല്ലാത്ത കുറേ അഭിപ്രായങ്ങളുടെ പേരിൽ നോമ്പുകൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് സുന്നത്തിന്റെ പുണ്യം ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, ബിദ്അത്ത് ചെയ്ത പാപമായിരിക്കും നമ്മൾ പേറേണ്ടി വരിക. പ്രവാചകന്റെ പേരിൽ ഇങ്ങനെ മൗദൂആയ ഹദീസുകൾ, ഇന്ന ഫിൽ ജന്നത്തി നഹറ, സ്വർഗത്തിൽ ഒരു അരുവിയുണ്ട്, യുഖാലു ലഹു റജബ്, ആ അരുവിയുടെ പേരാണ് റജബ്. മഉഹു അശദ്ദു ബയാലൻ മിനൽ ലബൻ, അതിൻ്റെ വെള്ളം അത് പാലിനേക്കാൾ വെളുത്തതാണ്. വഅഹ്ല മിനൽ അസൽ, അത് തേനിനേക്കാൾ മധുരമൂറുന്നതാണ്. മൻ സ്വാമ യൗമൻ മിൻ റജബ സഖാഹുല്ലാഹു മിൻ ദാലിക്കൻ നഹർ. ദുർബലമായ ഹദീസാണിത്. അതുകൊണ്ട് റജബ് മാസത്തിൽ ആരെങ്കിലും ഒരാൾ നോമ്പ് നോറ്റിയാൽ അള്ളാഹു
ആ അരുവിയിൽ നിന്ന് അവന് കുടിക്കാൻ കൊടുക്കുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്ന പ്രാർത്ഥനയുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതെന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് അയച്ചു കൊടുക്കും, ദുആ അല്ലേ എന്ന് കരുതി. ദുർബലമായ പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണമേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരയണമേ എന്നുള്ളൊരു ദുആ. കേൾക്കാനൊക്കെ നല്ല ഇമ്പമുള്ള ആശയവ്യാപ്തിയുള്ള പ്രാർത്ഥനയാണെങ്കിലും ഈ ഹദീസ് മൗളൂആയ ഹദീസാകുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വഖാലൽ ബുഖാരി മുൻകറുൽ ഹദീസ്, ഈ ഹദീസ് സ്വീകരിക്കപ്പെടാവുന്നതല്ല എന്നതാണ്. അതേപോലെ തന്നെ റജബു ഷഹറുല്ലാ, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ഷഹ്രി, റസൂൽ പറയുന്നതായിട്ടാണ് ഉദ്ധരിക്കുന്നത്. ശഅബാൻ മാസം എൻ്റെ മാസമാണ്. വറമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്നാണ്. ഇതൊക്കെ ഈണത്തിൽ പറഞ്ഞ് വിശദീകരിക്കുന്ന ഉപദേശങ്ങൾ എവിടെയൊക്കെ നമുക്ക് കിട്ടും. മിനൽ അഹാദീസിൽ മൗദൂഅ, ഇതൊക്കെ കറ്റുകെട്ടി ഉണ്ടാക്കിയ നബിയുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് എന്ന് ഈ ഹദീസ് മുഹദ്ദിസുകൾ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ സ്വാമ സലാസത അയ്യാമിൻ മിൻ റജബ കതബല്ലാഹു സിയാമ ഷഹരിൻ വമൻ സ്വാമ സബഅത അയ്യാമിൻ ഉഗ്ലിഖ അൻഹു സബഅത അബ്വാബി മിനൻ നാർ. റജബ് മാസത്തിൽ ആരെങ്കിലും 7 നോമ്പ് നോൽക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1 മാസം നോമ്പ് നോറ്റ പ്രതിഫലം അവന് രേഖപ്പെടുത്തും. അതേപോലെ തന്നെ 7 നോമ്പ് നോൽക്കുകയാണെങ്കിലോ നരകത്തിന്റെ 7 കവാടങ്ങളും അവന് വേണ്ടി കൊട്ടിയടക്കപ്പെടുമെന്നാണ്. ഇതൊക്കെ റസൂലിന്റെ പേരിൽ കള്ള ഹദീസുകളായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ. എൻ്റെ പേരിൽ ആരെങ്കിലും ഇതുപോലെയുള്ള കളവുകൾ കറ്റുകെട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നരകത്തിൽ അവൻ്റെ സീറ്റ് അവൻ റിസർവ് ചെയ്ത് കൊള്ളട്ടെ, ഒരു പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇന്ന ഷഹ്റ റജബ് ഷഹ്റുൻ അലീം, മഹത്തായ ഒരു മാസമാണ് റജബ്. മൻ സ്വാമ മിൻഹു യൗമൻ കതബല്ലാഹു ലഹു സൗമ അൽഫസന. ഇത് വായിക്കുമ്പം തന്നെ അത് ആയിഫാണ് നമുക്ക് മനസ്സിലാക്കുക. ആരെങ്കിലും റജബ് മാസത്തിൽ നിന്ന് 1 നോമ്പ് നോറ്റ 1000 കൊല്ലം നോമ്പ് നോറ്റ കൂലിയുണ്ട് എന്ന് പറയാൻ, ഇത് ഹദീസുൻ മൗദൂ, ഇതും കറ്റുകെട്ടി ഉണ്ടാക്കിയ ഹദീസുകളാണ്. ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം ഹദീസുകളാണ് ഇന്ന് യൂട്യൂബ് തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ റജബ് മാസത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാമിന്റെ മഹത്വവും അതിൻ്റെ ശക്തിയും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാം അല്ലാത്തത് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ. ഇസ്ലാം അല്ലാത്ത കുറേ കള്ളക്കഥകളും ആചാര വൈകൃതങ്ങളും അന്ധവിശ്വാസങ്ങളും ഇവിടെ ഉണ്ട്. അതും കൂടി എന്താണെന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞാലേ ഇസ്ലാമിന്റെ മഹത്വം അത് ഉൾക്കൊള്ളാനും അതിൻ്റെ ഇസ്ലാമിൻ്റെ പിരി, അതിൻ്റെ ഇഴ നമ്മുടെ ജീവിതത്തിൽ ഉടഞ്ഞു പോകാതെ ഭദ്രമായി നമ്മുടെ ജീവിതത്തിലെ ഈമാനിനെയും നമ്മുടെ വിശ്വാസാചാര കർമ്മങ്ങളെയും ഒക്കെ ശക്തമാക്കുന്ന നിലക്ക് അതിനെ നിലനിർത്താൻ നമുക്ക് കഴിയുള്ളൂ. ശരിക്കും റജബിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്, അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ്. ആകാശഭൂമിയെ അല്ലാഹു സൃഷ്ടിച്ചിടം മുതൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളുണ്ട്. റസൂൽ അത് എണ്ണി പറഞ്ഞു, ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം വ റജബ്. ഇങ്ങനെ പവിത്രമായ 4 മാസങ്ങളിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തെ എണ്ണിയിട്ടുള്ളത്. 3 ഒരുമിച്ച് വന്നത് ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം. അതൊരുമിച്ച് എന്താണ്? ദുൽഹജ്ജ് മാസത്തിലാണ് ഹജ്ജുള്ളത്. ജനങ്ങൾക്ക് നിർഭയമായി മക്കയിലേക്ക് പോകണം. ഇന്നത്തെ മാതിരി ഫ്ലൈറ്റിലല്ല പോകുന്നത്. അന്ന് കാൽനടയായി, ഒട്ടകങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങളുടെ പുറത്തൊക്കെയാണ് അവർ പോകുന്നത്. അന്ന് നിർഭയമായി മക്കത്തെത്താൻ അവർക്ക് കഴിയണം. ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറമും പവിത്രമാക്കാൻ കാരണം എന്താ? അവിടെ സ്വദേശങ്ങളിലേക്ക് നിർഭയമായി വരണം. റജബ് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്ത എന്താ?
പിന്നെ ഇടയ്ക്ക് ഉംറക്കൊക്കെ പോകാനും ഒരു മാസം അവർക്ക് നിർഭയമായ മാസമായി വരണം. റജബ യർജുബു റജബൻ റജബ തറജബ എന്നൊക്കെ പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം അല്ലമ എന്നതാണ്. അതിനെ മഹത്വപ്പെടുത്തി എന്നാണ്. ഈ മാസത്തിന് അല്ലാഹു മഹത്വം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ആ ഒരു മാസത്തെ നമ്മൾ അംഗീകരിക്കുകയും അതേപോലെ തന്നെ റസൂൽ ഇതിൽ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളെ നമ്മൾ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും അനുസരിച്ചാക്കി തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനാചാരങ്ങളും ബിദ്അത്തുകളുമൊക്കെ മുസ്ലിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വന്നിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് പ്രവാചകൻ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ പോലും നുരുമ്പി പോകുന്നതിന് മുമ്പ്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നതിന് മുമ്പ്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിരുന്ന അവിടുത്തെ ഇതുപോലെയുള്ള ഉപകരണങ്ങളൊന്നും തന്നെ കേടുവരുന്നതിന് മുമ്പ് മുസ്ലിം സമൂഹത്തിൽ ഇതേപോലെയുള്ള ബിദ്അത്തുകൾ അറിയാതെ കടന്നു വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ലമ്മ മർറ ഫിൽ മസ്ജിദ് അലാ ഖൗമിൻ ജാലിസീന ഹലഖൻ ഹലഖ, മസ്ജിദുൻ നബവിയിലൂടെ ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് യുകബ്ബിറൂന യുഹല്ലിലൂന യുസബ്ബിഹൂന, തക്ബീറും തഹ്ലീലും തസ്ബീഹും ചൊല്ലുന്ന അലാ സിഫത്തിൻ ലം യഫ്അലുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത രൂപത്തിൽ വട്ടത്തിലിരുന്ന് ദിക്റുകൾ ചൊല്ലുന്ന ഒരു സമൂഹത്തെ കണ്ടു. അതാരാണെന്നോ? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ തന്നെ പെട്ട ആളുകളാണ്. ലം യഫ്അൽഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു ഫഖാല ലഹും മുൻകറൻ ലഹും. ഈ പ്രവൃത്തിയെ വെറുത്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉദ്ദു സയ്യിആത്തിക്കും, നിങ്ങളിങ്ങനെ എണ്ണി കണക്കാക്കുന്നത് നിങ്ങളുടെ തിന്മകളാണോ? ഫഅന ളാമിനുൻ അല്ലാ യുദിഅ മിൻ ഹസനാത്തിക്കും ഷൈ, നിങ്ങളുടെ ഈ ഹസനാത്തുകളിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം. നിങ്ങൾ എന്ത് വേണം? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ കാര്യം നിങ്ങൾ ഒഴിവാക്കണം. വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് നാശം ഭവിക്കും. മാ അസ്റാ ഹലക്കത്തക്കും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ ഇങ്ങനെ ഈ തിന്മയിലേക്ക് കൂപ്പുകുത്തുന്നത്. ഹാ ഉലായി സഹാബത്തു നബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തവാഫിറൂൻ, പ്രവാചകന്റെ സഹാബി വര്യന്മാർ, അനുചരന്മാർ, അനുയായികൾ നിങ്ങൾക്കിടയിലെമ്പാടും ജീവിച്ചിരിക്കുന്നുണ്ട്. വഹാദിഹി സിയാബുഹു ലം തുബ്ല, പ്രവാചകന്റെ വസ്ത്രം ജീർണിച്ചു പോകാതെ ഇവിടെ തന്നെയുണ്ട്. വആനിയതുഹു ലം തുക്സർ, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോകാതെയുണ്ട്. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. ഇന്നക്കും ലഅലാ മില്ലത്തിൻ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനേക്കാൾ സന്മാർഗം പ്രാപിച്ച ഉമ്മത്തുകളായി തീരാനുള്ള ശ്രമമാണോ? അവ മുഫ്തതിഹു ബാബ ലലാല, വഴികേടിന്റെ കവാടങ്ങൾ നിങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി തുറന്നിടുകയാണോ എന്ന് അവരോട് ചോദിക്കുന്നത്. ഖാലു, അവര് പറഞ്ഞു ഇത് കേട്ടപ്പോ, വല്ലാഹി യാ അബ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ, അല്ലാഹു ആണേ സത്യം, മാ അറദിനാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നന്മയല്ലാതെ ഉദ്ദേശിക്കുന്നില്ല. നല്ലതല്ലേ നല്ലതല്ലേ എന്നല്ല എല്ലാവരും പറയുന്നത്. ദിക്ർ ചൊല്ലല് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നല്ലതല്ലേ? പള്ളിയിലാണെങ്കിൽ അതിനേക്കാൾ ഉഷാറല്ലേ? വട്ടത്തിലിരുന്ന് അച്ചടക്കത്തോടു കൂടിയാണെങ്കിൽ അതിനേക്കാൾ ഉഷാറല്ലേ എന്നല്ലേ? പക്ഷെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല, സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. അവരും അതേ മറുപടിയാണ് പറഞ്ഞത്.
മാ അറദ്നാ ഇല്ലൽ ഖൈർ, നന്മയില്ലാതെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, വകം മിൻ മുരീദിൻ ലിൽ ഖൈർ ലൻ യുസീബഹു, നന്മ ഉദ്ദേശിക്കുന്ന എത്ര ആളുകളുണ്ട്, ഒരിക്കലും അവർക്ക് ആ നന്മ പ്രാപിക്കാനാവുന്നില്ല എന്ന്. നമ്മളൊരു ഖൈർ ദീനിന്റെ പേരിൽ ചെയ്യുകയാണ് എങ്കിൽ അത് നമുക്കതിന്റെ പ്രതിഫലം നേടണം. അതിനെന്ത് വേണം? ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം. രണ്ടാമത്തേത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച രീതിയിലായിരിക്കണമെന്നാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്നാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് പ്രവാചകൻ മരിച്ചതിന് ശേഷം തന്നെ നടന്നിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ബിദ്അത്തുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു മനസ്സ്, സുന്നത്തുകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള ഒരു മനസ്സ്, അത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ ചെറുതും വലുതുമുണ്ട്, രഹസ്യമായും പരസ്യമായും വന്നു പോകുന്നതുണ്ട്. നിന്റെ ഫضل കൊണ്ട് റഹ്മത്ത് കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. നീ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരായി നല്ല മക്കളായി അവരെ എല്ലാവരെയും നീ വളർത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.